നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 23 നോക്കുന്നത്. ആർട്ടിക്കിൾ 23 എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 24 എന്താണ്? ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 23, 24 പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിതമായിട്ട് വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യവ്യാപാരം, അടിമകളാക്കി ഉപയോഗിക്കുക തുടങ്ങിയവ എന്താണ്? ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. എന്താണ്? അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യവ്യാപാരം, അടിമകളാക്കി ഉപയോഗിക്കുക തുടങ്ങിയവ എന്താണ്? ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. മനുഷ്യ കച്ചവടവും അതുപോലെ തന്നെ എന്താണ്? നിർബന്ധിച്ചു പണി ചെയ്യിപ്പിക്കലിൻ്റെ പല രൂപങ്ങളില്ലേ, അവയൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 23 പ്രകാരം എന്താണ്? ഭരണഘടന നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ഏത് വ്യവസ്ഥയിലൂടെ ആയാലും എന്ത് തരത്തിലായാലും അടിമപ്പണി ചെയ്യിക്കുകയോ മനുഷ്യ കച്ചവടം ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണ്? നിയമമനുസരിച്ച് ശിക്ഷിക്കാവുന്ന ഒരു വലിയ കുറ്റമാകുന്നു എന്നാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. ആർട്ടിക്കിൾ 23 പറയുന്നത് മനുഷ്യ കച്ചവടവും അതുപോലെ നിർബന്ധിച്ചു പണി ചെയ്യിപ്പിക്കലിൻ്റെ മറ്റേത് രൂപങ്ങളും എന്താണ്? നിരോധിച്ചിരിക്കുന്നു. ഈ വ്യവസ്ഥയുടെ ഏത് ലംഘനവും നിയമമനുസരിച്ച് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരായ അവകാശമാണ്. അതിൽ ആർട്ടിക്കിൾ 24 പറയുന്നത് ബാലവേല നിരോധനമാണ്. അപ്പം നമ്മൾ ആദ്യം ഇന്ന് ആർട്ടിക്കിൾ 23 നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർട്ടിക്കിൾ 24 നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അതിൽ ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യവ്യാപാരം, അടിമകളാക്കി ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെ എന്താണ്? ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. മനുഷ്യ കച്ചവടവും അതുപോലെ നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കലിൻ്റെ മറ്റേത് രൂപങ്ങളും എന്താണ്? നിരോധിച്ചിരിക്കുകയാണ്. ഇത് എന്താണ്? ഈ ഒരു വ്യവസ്ഥയുടെ ഏത് ലംഘനവും നിയമമനുസരിച്ച് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. അതുപോലെ നിർബന്ധിത ജോലി തടയാനും മിനിമം കൂലി നടപ്പിലാക്കാനും കുറച്ച് നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്ന്, ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട്. ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976. അതുപോലെ മിനിമം വേജസ് ആക്ട് 1948 മിനിമം വേജസ് ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട് 1970 കോൺട്രാക്ട് ലേബർ ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. ഇവയെല്ലാം എന്താണ്? നിർബന്ധിത ജോലി തടയാനും മിനിമം കൂലി നടപ്പിലാക്കാനും പ്രാബല്യത്തിൽ വന്ന നിയമങ്ങളാണ്. എന്താണ്? ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976, മിനിമം വേജസ് ആക്ട് 1948 മിനിമം വേജസ് ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട് 1970 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഇവിടെ ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്റ്റും ഈക്വൽ റെമ്യൂണറേഷൻ ആക്റ്റും 1976 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മിനിമം വേജസ് ആക്ട് ഉണ്ട്, 1948. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തൊട്ടടുത്ത കൊല്ലം എന്താണ്? മിനിമം വേജസ് ആക്റ്റാണ് പാസ്സാക്കിയിട്ടുള്ളതെന്നൊന്ന് ഓർത്ത് വെക്കുക, 1948. കോൺട്രാക്ട് ലേബർ ആക്ട് എന്നാണ്? 1970 കോൺട്രാക്ട് ലേബർ ആക്ട്. ഇനി ആർട്ടിക്കിൾ 23(2) എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അത് ആർട്ടിക്കിൾ 23(2) അനുസരിച്ച് ഈ നിയമങ്ങൾ ബാധകമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതേതാണ്? മിലിറ്ററി സർവീസിലും മറ്റ് പൊതു താൽപ്പര്യ പ്രകാരം വേതനരഹിത നിർബന്ധിത സേവനത്തിന് നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം സേവനം അടിച്ചേൽപ്പിക്കുമ്പോൾ മതമോ വംശം, ജാതി, വർഗം എന്നീ പരിഗണനകൾ കൂടാതെ ആയിരിക്കണം പൗരന്മാരെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? ആർട്ടിക്കിൾ 23(2) പറയുന്നത് ശരിയാ, ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല, തുല്യമായ വേതനം നൽകണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആർട്ടിക്കിൾ 23(2) അനുസരിച്ച് എന്താണ്? ഈ നിയമത്തിന് ബാധകമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് മിലിറ്ററി സർവീസിലും മറ്റു പൊതു താൽപ്പര്യ പ്രകാരം വേതനരഹിത നിർബന്ധിത സേവനത്തിന് നിയമം വഴി അനുവദിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ
നമ്മളെന്താണ് ആ നിർബന്ധിതമായിട്ട് അവരത് ചെയ്യണം എന്ന് പറയുകയാണ് മിലിറ്ററി സർവീസൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യിക്കുമ്പോൾ നമുക്ക് കൂലിയോ അല്ലെങ്കിൽ എന്താണ് നിർബന്ധിത ജോലിയോ ഒന്നും അവിടെ മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഈ നിയമപ്രകാരം. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഒരാളുടെ മതമോ വംശമോ ജാതിയോ വർഗമോ ഒന്നും എന്താണ് പരിഗണിക്കാതെ ആയിരിക്കണം പൗരന്മാരെ സ്വീകരിക്കേണ്ടത്. അതായത് ആർട്ടിക്കിൾ 23 അതുപോലെ ആർട്ടിക്കിൾ 23(1) പറയുന്നത് നിർബന്ധിത ജോലി ചെയ്യിക്കാൻ പാടില്ല, മനുഷ്യ കച്ചവടം പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 23(2) പറയുന്നത് ഇതിൽ ഈ നിർബന്ധിതമായി പണി ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ചില സാഹചര്യങ്ങളിൽ എന്താണ് ഒരു ബാധകമല്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താണ് ആർട്ടിക്കിൾ 23(1) ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് മിലിറ്ററി സർവീസിലും മറ്റ് പൊതു താൽപ്പര്യപ്രകാരം വേതനരഹിത നിർബന്ധിത സേവനത്തിന് നിയമം അനുവദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരാളെ എടുക്കുമ്പോൾ പക്ഷേ എന്താണ് ഒരിക്കലും അയാളുടെ ജാതിയോ മതമോ വംശമോ വർഗമോ നോക്കിയിട്ടാവരുത് എടുക്കുന്നത്. എല്ലാ പൗരന്മാരിൽ നിന്നും എന്താണ് പിക്ക് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇന്ന ജാതിയിൽപ്പെട്ടവരെ മാത്രം എടുക്കാം, ഇന്ന മതത്തിൽപ്പെട്ടവരെ മാത്രം എടുക്കാം, അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. അത് ആർട്ടിക്കിൾ 23(2) പറയുന്നുണ്ട്. പക്ഷേ എന്താണ് കൂലി നൽകാതെയും വേതനരഹിതമായിട്ടും നിർബന്ധിതമായിട്ടും ഈ ചില സാഹചര്യങ്ങളിൽ ഈ മിലിറ്ററി സർവീസിലും മറ്റു പൊതു താൽപ്പര്യ പ്രകാരമുള്ള കാര്യങ്ങളും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുന്ന സാഹചര്യം വളരെ എന്താണ് ഇന്ത്യയുടെ ഒരു കേസിൽ അങ്ങനത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ കേസിൽ അങ്ങനെ നമ്മൾ കാണാറേ ഇല്ല. അത് നിർബന്ധിതമായിട്ട് നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ടും അത്തരം സാഹചര്യങ്ങൾ അത്രയും ക്രിട്ടിക്കലായി വരുന്നൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്, നമ്മുടെ സർവീസിലേക്ക് ആൾക്കാരെ എടുക്കണം നിർബന്ധിതമായിട്ട്, അപ്പോൾ ആൾക്കാർ യുദ്ധത്തിന് സന്നദ്ധരാവേണ്ടി വരുന്നു എന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പൊതുവെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാറ്. ഇനി ആർട്ടിക്കിൾ 23 എന്താണ്? ആർട്ടിക്കിൾ 23 ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന ആർട്ടിക്കിൾ. ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നതെന്നറിയാമോ? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 എന്താണ്? ബാലവേല നിരോധനം. ഇതുപ്രകാരം വ്യവസായശാലകളിലും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 24 പ്രകാരം എന്താണ്? വ്യവസായശാലകളിലും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 24 പ്രകാരം അപകടകരമായ മേഖലകളിലും എന്താണ് അതുപോലെ തന്നെ വ്യവസായശാലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകൾ, ഖനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകളിൽ 14 വയസ്സിൽ വരെ പ്രായമുള്ള കുട്ടികളെ, താഴെയുള്ള കുട്ടികളില്ലേ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? വിലക്കിയിട്ടുണ്ട്. 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ വ്യവസായശാലകൾ, ഖനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കുന്നത് ഭരണഘടന വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ പറ്റി പറയുമ്പോൾ ആർട്ടിക്കിൾ 23 എന്താണ്? നിർബന്ധിതമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കലും മനുഷ്യ കച്ചവടവും ഒക്കെ എന്താണ്? മനുഷ്യ വ്യാപാരം, ഇവയൊക്കെ അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിച്ച് വേല ചെയ്യിപ്പിക്കൽ, ഇവയെല്ലാം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23.